ന്യായാധിപന്മാർ അധ്യായം 10. അബിമേലെക്കിന്റെ ശേഷം ദോദോവിന്റെ മകനായ പൂവാവിന്റെ മകൻ തോല എന്ന ഇസാഹാർ ഗോത്രക്കാരൻ ഇസ്രായേലിനെ രക്ഷിപ്പാൻ എഴുന്നേറ്റു. എഫ്രൈം നാട്ടിലെ ഷാമീരിലായിരുന്നു അവൻ പാർത്തത്. അവൻ ഇസ്രായേലിന് 23 സംവത്സരം ന്യായാധിപനായിരുന്ന ശേഷം മരിച്ചു. ഷാമീരിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ ശേഷം ഗിലെയാദ്യനായ യായീർ എഴുന്നേറ്റ് ഇസ്രായേലിന് 22 സംവത്സരം ന്യായാധിപനായിരുന്നു. അവന് 30 കഴുതപ്പുറത്ത് കയറി ഓടിക്കുന്ന 30 പുത്രന്മാർ ഉണ്ടായിരുന്നു. അവർക്ക് 30 ഊരുകളും ഉണ്ടായിരുന്നു. അവയ്ക്ക് ഇന്നുവരെയും ഹവോത്ത് യായീർ എന്നു പേർ പറയുന്നു. അവ ഗിലെയാദ് ദേശത്താകുന്നു. യായീർ മരിച്ച് കാമോനിൽ അവനെ അടക്കം ചെയ്തു. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു ബാൽ വിഗ്രഹങ്ങളെയും അസ്തോരത്ത് പ്രതിഷ്ഠകളെയും അരാമ്യ ദേവന്മാരെയും സീദോന്യ ദേവന്മാരെയും മോവാബ്യ ദേവന്മാരെയും അമോന്യ ദേവന്മാരെയും ഫെലിസ്ത്യ ദേവന്മാരെയും സേവിച്ചു. യഹോവയെ സേവിക്കാതെ അവനെ ഉപേക്ഷിച്ചു. അപ്പോൾ യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. അവൻ അവരെ ഫെലിസ്ത്യരുടെ കയ്യിലും അമോന്യരുടെ കയ്യിലും ഏൽപ്പിച്ചു. അവർ അന്നു മുതൽ 18 സംവത്സരത്തോളം ഇസ്രായേൽ മക്കളെ യോർദാൻ അക്കരെ ഗിലെയാദ് എന്ന അമോര്യ ദേശത്തുള്ള എല്ലാ ഇസ്രായേൽ മക്കളെയും തന്നെ ഉപദ്രവിച്ച് ഞെരുക്കി. അമോന്യർ യഹൂദായോടും ബെന്യാമീനോടും എഫ്രൈം ഗൃഹത്തോടും യുദ്ധം ചെയ്യുവാൻ യോർദാൻ കടന്നു. അതുകൊണ്ട് ഇസ്രായേൽ വളരെ കഷ്ടത്തിലായി. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു, ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ ഉപേക്ഷിക്കുകയും ബാൽ വിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്തതുകൊണ്ട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ ഇസ്രായേൽ മക്കളോട് അരുളി ചെയ്തത്, മിസ്രൈമ്യർ, അമോര്യർ, അമോന്യർ, ഫെലിസ്ത്യർ എന്നിവരുടെ കയ്യിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷിച്ചിട്ടില്ലയോ? സീദോന്യരും അമാലേക്യരും മാവോന്യരും നിങ്ങളെ ഞെരുക്കി. നിങ്ങൾ എന്നോട് നിലവിളിച്ചു, ഞാൻ നിങ്ങളെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. എങ്കിലും നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിച്ചു. അതുകൊണ്ട് ഇനി ഞാൻ നിങ്ങളെ രക്ഷിക്കയില്ല. നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ദേവന്മാരോട് നിലവിളിപ്പിൻ. അവർ നിങ്ങളുടെ കഷ്ടകാലത്ത് നിങ്ങളെ രക്ഷിക്കട്ടെ. ഇസ്രായേൽ മക്കൾ യഹോവയോട്, ഞങ്ങൾ പാപം ചെയ്തിരിക്കുന്നു. നിന്റെ ഇഷ്ടം പോലെയൊക്കെയും ഞങ്ങളോട് ചെയ്തു കൊള്ളുക. ഇന്നു മാത്രം ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പറഞ്ഞു. അവർ തങ്ങളുടെ ഇടയിൽ നിന്ന് അന്യദൈവങ്ങളെ നീക്കിക്കളഞ്ഞു, യഹോവയെ സേവിച്ചു. ഇസ്രായേലിന്റെ അരിഷ്ടതയിൽ അവന് സഹതാപം തോന്നി. അന്നേരം അമ്മോന്യർ ഒന്നിച്ചുകൂടി ഗിലെയാദിൽ പാളയമിറങ്ങി. ഇസ്രായേൽ മക്കളും ഒരുമിച്ചുകൂടി മിസ്പായിൽ പാളയമിറങ്ങി. ഗിലെയാദിലെ പ്രഭുക്കന്മാരും ജനവും തമ്മിൽ തമ്മിൽ അമ്മോന്യരോട് യുദ്ധം ആരംഭിക്കുന്നവൻ ആർ? അവൻ ഗിലെയാദിലെ സകല നിവാസികൾക്കും തലവനാകും എന്ന് പറഞ്ഞു.